ഹായ്, നമുക്കിന്നേ ഇങ്ങനെ ഈ സോയാബീൻ ചങ്ക്സ് പറയുമല്ലോ, സോയാബീൻ ഇത് ഞാൻ തിളച്ച വെള്ളത്തിൽ ഉപ്പിട്ട് അങ്ങനെ സോക്ക് ചെയ്ത് വെച്ചതാട്ടോ. ഇത് നന്നായി 1 മണിക്കൂറോളം സോക്ക് ചെയ്ത് വെച്ചു. എന്നിട്ട് നന്നായിട്ടൊരു 3 പ്രാവശ്യം നല്ല പിഴിഞ്ഞ് പീച്ചിക്കളഞ്ഞ് ആ വെള്ളം കളഞ്ഞ് നല്ല ഫ്രഷായി കഴുകി വെച്ചതാണ്. അതുകൊണ്ടൊരു തോരൻ ഉണ്ടാക്കാം. അപ്പോൾ അതിന് ഫ്രൈങ് പാൻ വയ്ക്കുക. ആ ഫ്രൈങ് പാൻ വെച്ചിട്ട് ഇതിലൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് എണ്ണയൊക്കെ വേണം, എന്നാലേ ഈ തോരൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത് ഇങ്ങനെ കഴുകി വെച്ചാൽ എന്താ വെച്ചാൽ ഈ സോയാബീനിൻ്റെ ഒരു സ്മെല്ലുണ്ട്, ഉണങ്ങിയിട്ടുള്ള. ഇത് നല്ല ഹൈ പ്രോട്ടീനാണല്ലോ. ഇതിലത്തെ ആ ഓയിലൊക്കെ എടുത്തതിന് ശേഷം എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ളതാണിത്. അപ്പോൾ ഇത് നല്ല പ്രോട്ടീനാണ്. പക്ഷേ എന്നാലും അതിനൊരു സ്മെല്ലുണ്ടാവും. ആ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഉപ്പിട്ട വെള്ളത്തിലിട്ട് വെച്ചിട്ട്, തിളച്ച വെള്ളത്തിലിട്ട് വെച്ചിട്ട് നമ്മൾ ഇത്രയും കഴുകി എടുക്കണത് കേട്ടോ. ഇനി അതിനൊരു കൂട്ട് വേണം. അതിന് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ, ഒരു തക്കാളി, ഒരു 5 കുഞ്ഞു കാന്താരി, 4 വെള്ളുള്ളി, ഒരു ടേബിൾ സ്പൂൺ, 1.5 ടേബിൾ സ്പൂൺ തേങ്ങ, കറിവേപ്പില, ഇഞ്ചി, ഇതെല്ലാം കൂടി ഒന്നും ഇങ്ങോട്ട് ചതച്ചെടുത്തതാണ്. അത് ഇതിലൊന്ന് റോസ്റ്റ് ചെയ്യണം. അത് നന്നായി ഉള്ളിയുണ്ട് കേട്ടോ, സവാളയുണ്ട്, വെള്ളുള്ളിയുണ്ട്. ഇത് ഒന്ന് നന്നായി റോസ്റ്റ് ചെയ്തതിന് ശേഷം, ഇതിപ്പോൾ ഇത് സോക്ക് ചെയ്ത് നല്ലോണം വെന്തതാണ്, തിളച്ച വെള്ളത്തിലിട്ടല്ലേ, ഇതിനെ അതിലിടാം. അതിട്ടിട്ട് കുറച്ച് നേരം സോട്ട് ചെയ്യണം. അങ്ങനെ ഇതിലത്തെ വെള്ളം, നമ്മൾ ഈ അരപ്പുണ്ടാക്കിയതിലത്തെ വെള്ളം വറ്റിയതിന് ശേഷമാണ് ഇതിട്ടിട്ട് ഒരു തുള്ളി വെള്ളം തളിച്ച് കൊടുത്തിട്ട് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് അടച്ചവിടെ കാണിക്കാം. അപ്പം നമ്മൾ ആ തേങ്ങയും ഇതൊക്കെ ആ അരപ്പുണ്ടല്ലോ, അരപ്പ ഒന്നിങ്ങനെ ചതച്ചത് അതിട്ടു. അതിൽ ലേശം മഞ്ഞൾപ്പൊടി ഇട്ടു കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ട് ഡ്രൈ ആവട്ടെ. ആ ഡ്രൈ ആയതിന് ശേഷം നമ്മളിങ്ങനെ ഈ പിഴിഞ്ഞ് വെച്ച സോയാബീൻ അതിലിടും. എന്നിട്ട് ഉപ്പും ഇടും. ഒരു ഉപ്പ് ഇട്ടിട്ട് ഒരു ലേശം വെള്ളം തളിച്ച് അടച്ച് വയ്ക്കും കേട്ടോ. എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതൊക്കെ നല്ല ഡ്രൈഡായി. ഇനി നമുക്ക് എന്ത് ചെയ്യുക വെച്ചാൽ, നമ്മൾ എടുത്തു വെച്ച സോയാബീൻ നമ്മൾ സോക്ക് ചെയ്ത് പിഴിഞ്ഞെടുത്തതാട്ടോ, ഇതിനെ ഇതിലേക്ക് കൊട്ടാം. എന്നിട്ട് പതുക്കെ ഇതായിട്ടൊന്ന് യോജിക്കുക. ഇനിയിപ്പോൾ ഉപ്പ് ഇട്ട് കഴുകി വെച്ചെന്നേ ഉള്ളൂ, ഇതിലേക്കുള്ള ഉപ്പായിട്ടില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ലേശം ഉപ്പ്, ടേബിൾ സോൾട്ട് അത് വിതറിയിട്ട് ലേശം വെള്ളം ഒന്ന് തളിച്ച് കൊടുത്ത് അടച്ച് വെക്കണം. എന്നിട്ട് അടച്ച് വെച്ച്, അപ്പോൾ അതൊന്ന് ആ ഉപ്പും ഇതിലത്തെ ഈ മസാലയിലത്തെ ഇതൊക്കെ അതിലേക്കൊന്ന് പിടിക്കും. എന്നിട്ട് നന്നായി ആ വെള്ളം അങ്ങോട്ട് വറ്റട്ടെ. ആ വെള്ളം വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ലേശം ഗരം മസാലയുടെ പൊടി ഗരം മസാല ഒരു ടീസ്പൂൺ ഗരം മസാല ഇട്ട് ഒന്ന് ഇളക്കിയിട്ട് അതും ഒന്ന് അടച്ച് വെച്ച് ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് തീ ഓഫ് ചെയ്ത് കുറച്ച് തേങ്ങ മീതെ വിതറിയെടുക്കാം, കാണിക്കാം. അപ്പോൾ ആ സോയാബീനും ഇട്ടു, ഉപ്പും ഇട്ടു, വെള്ളം തളിച്ചൊന്ന് അടച്ച് വെച്ചു. അതിന് ശേഷം ഇപ്പോൾ അതിൻ്റെ മീതെ ലേശം ഗരം മസാല പൗഡർ അത് അതിലിട്ടു. ഇപ്പോൾ കണ്ടു, നല്ല ഡ്രൈ റോസ്റ്റായി. ഇങ്ങനെ വല്ലാണ്ട് കരിപ്പിക്കാൻ പാടില്ല കേട്ടോ. ഒന്നിങ്ങനെ കണ്ടു, ഒട്ടും വെള്ളത്തിൻ്റെ ഇതില്ല. ഇങ്ങനെ ആക്കി അപ്പോൾ ആ ഗരം മസാലയും നേരെ പിടിച്ചു. ഇനി ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ലേശം സ്ഥലം ഉണ്ടാക്കുക. എന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ബട്ടറിൻ്റെ കഷ്ണം ഇതിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് അങ്ങനെ വെച്ച് അപ്പോൾ നല്ലൊരു ടേസ്റ്റാവും. എന്നിട്ട് ലേശം തേങ്ങ വെറുതെ ഒരു ഭംഗിക്ക്, നല്ല ഭംഗിയാണ്. അതായത് ഉള്ളിൽ ആ റോസ്റ്റഡ് തേങ്ങയുടെ മീതെ ഈ തേങ്ങ അങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്യുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവും. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് സെർവ് ചെയ്യാനെടുക്കുമ്പോൾ എല്ലാം കൂടി ഒന്ന്
മിക്സ് ചെയ്യുക. ആ ബട്ടർ അവിടെ ഇരുന്നിട്ട് ബട്ടറും മെൽട്ടാവും. ഈ തേങ്ങയിലേക്ക് മാവ് ഉപ്പൊക്കെ പിടിക്കും. അങ്ങനെ നല്ലൊരു സോയാബീൻ പൊരിയൽ. ഓക്കേ, സെർവ് ചെയ്യുമ്പോൾ കാണിക്കാം. സോയാബീൻ തോരൻ. അപ്പോൾ ഇതാണ് സോയാബീൻ തോരൻ. നല്ല ടേസ്റ്റിയാണ്.